ഡ്യൂട്ടീസ് ഓഫ് എൻ ഓഡിറ്റർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് റൈറ്റ്സ് ഓഫ് എൻ ഓഡിറ്റർ ആണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡ്യൂട്ടീസ് ഓഫ് എൻ ഓഡിറ്റർ. ഒരു കമ്പനി ഓഡിറ്റർ എന്നുള്ള നിലക്ക് ഒരുപാട് ഡ്യൂട്ടീസ് ഒരാൾ നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. കമ്പനി ഓഡിറ്റർ ഹാസ് ദി ലാർജ് നമ്പർ ഓഫ് ഡ്യൂട്ടീസ് ടു പെർഫോം. ലാർജ് നമ്പർ ഓഫ് ഡ്യൂട്ടീസ് എന്ത് ചെയ്യേണ്ടതുണ്ട്, പെർഫോം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ വരുന്ന ഡ്യൂട്ടീസ് ഏതൊക്കെയാണെന്ന് പറയാം. ഡ്യൂട്ടീസ് ഓഫ് എൻ ഓഡിറ്റർ ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു statutory duties, duties arising out of common law, duties arising out of professional etiquette, duties imposed by legal or court traditions. Statutory duties അതായത് കമ്പനീസ് ആക്ട് പ്രകാരമുള്ള ഡ്യൂട്ടീസ്. ഡ്യൂട്ടീസ് അറൈസിങ് ഔട്ട് ഓഫ് കോമൺ ലോ, കോമൺ ലോ ഉദ്ദേശിക്കുന്ന കോൺട്രാക്ട് ആക്ട് ഒക്കെ പോലുള്ള കോമൺ ലോ പ്രകാരമുള്ള ഡ്യൂട്ടീസ്. അത് ഓഡിറ്ററും ഓഡിറ്ററുടെ ക്ലയന്റും തമ്മിലുള്ള കോൺട്രാക്ട് ഉണ്ടാവും. ആ കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ വരുന്ന ഡ്യൂട്ടീസ്. ദെൻ പ്രൊഫഷണൽ എറ്റിക്വറ്റ്, പ്രൊഫഷണൽ ആയിട്ടുള്ള മര്യാദയുടെ പുറത്തുള്ള ഡ്യൂട്ടീസ്. പിന്നെ ലീഗൽ അല്ലെങ്കിൽ കോർട്ട് ഡിസിഷൻ കൊണ്ടുണ്ടായിട്ടുള്ള ഡ്യൂട്ടീസ്. ഇങ്ങനെ 4 തരം ഡ്യൂട്ടീസ് ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത് ഡ്യൂട്ടീസിനെ. ദെൻ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ് ആണ് അതിൽ ഒന്നാമത്തത്. സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ് ആർ ദ ഡ്യൂട്ടീസ് ഇമ്പോസ്ഡ് ബൈ സ്റ്റാറ്റ്യൂട്ട്. സ്റ്റാറ്റ്യൂട്ട് കൊണ്ടുണ്ടാകുന്ന ഡ്യൂട്ടിയാണ് എന്ത്? സ്റ്റാറ്റ്യൂട്ടറി. ഈ സ്റ്റാറ്റ്യൂട്ട് എന്ന് പറയുന്നത് എന്താ? കമ്പനീസ് ആക്ട് ആണ്. ഈ ഡ്യൂട്ടീസ് ഒരിക്കലും തന്നെ ദീസ് ഡ്യൂട്ടീസ് കാൻ ബി ഇൻക്രീസ്ഡ് ബട്ട് കനോട്ട് ബി കർട്ടെയിൽഡ്. ഇത് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും, ബട്ട് കനോട്ട് ബി കർട്ടെയിൽഡ്. ഇത് കുറക്കാനൊന്നും സാധിക്കില്ല. അത്തരത്തിലുള്ള ഡ്യൂട്ടീസ് ആണ് ഡ്യൂട്ടീസ് ആണ് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസിൽ ഒന്നാണ് ഡ്യൂട്ടി ടു മേക്ക് എൻക്വയറീസ്. ഡ്യൂട്ടി ടു മേക്ക് എൻക്വയറീസ് എന്നുള്ളത്, അത് ലോൺ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോണൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള സെക്യൂർഡ് ആയിട്ടാണോ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അതുമായി സംബന്ധിച്ചിട്ടുള്ള ഒരു എൻക്വയറി ചെയ്യാം. വെദർ ലോൺസ് ആൻഡ് അഡ്വാൻസസ് മെയ്ഡ് ബൈ ദി കമ്പനി ഓൺ ദി ബേസിസ് ഓഫ് സെക്യൂരിറ്റീസ് ഹാവ് ബീൻ പ്രോപ്പർലി സെക്യൂർഡ്, വെദർ ദി ടേംസ് ഓൺ വിച്ച് ദേ ഹാവ് ബീൻ മെയ്ഡ് ആർ നോട്ട് പ്രജുഡീഷ്യൽ ടു ദി ഇൻട്രസ്റ്റ് ഓഫ് ദി കമ്പനി. അത് കമ്പനിയുടെ ഇൻട്രസ്റ്റിന് ഏതെങ്കിലും തരത്തിലുള്ള ഹാംഫുൾ ആണോ എന്നുള്ളതൊക്കെ അത് സംബന്ധിച്ച് എൻക്വയറി ചെയ്യാന്നുള്ളത് ഓഡിറ്ററെ ഡ്യൂട്ടിയാണ്. വെദർ ദി ട്രാൻസാക്ഷൻസ് ഓഫ് ദി കമ്പനി, അതുപോലെ തന്നെ ട്രാൻസാക്ഷൻസ് ഓഫ് ദി കമ്പനി വിച്ച് ആർ മിയർലി എന്താണ് ബുക്സ് എൻട്രീസിൽ റെപ്രസെന്റഡ് മിയർലി ബൈ ബുക്ക് എൻട്രീസ് ആർ നോട്ട് പ്രജുഡീഷ്യൽ ടു ദി ഇൻട്രസ്റ്റ് ഓഫ് ദി കമ്പനി. അതും ഹാർംഫുൾ ടു ദി ഇൻട്രസ്റ്റ് ഓഫ് ദി കമ്പനി ആണോ എന്നുള്ളത് എൻക്വയറി ചെയ്യണം. വെദർ വേർ ദ കമ്പനി ഈസ് നോട്ട് ഇൻവെസ്റ്റ്മെന്റ്, ഒരു ഇൻവെസ്റ്റ്മെന്റ് കമ്പനി അല്ലെങ്കിൽ അത്തരം കമ്പനികളുടെ ഷെയർസ്, ഡിബെഞ്ചേഴ്സ്, മറ്റ് സെക്യൂരിറ്റീസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, വിറ്റിട്ടുണ്ടെങ്കിൽ അത് പർച്ചേസ് പ്രൈസിനേക്കാളും കുറഞ്ഞ പ്രൈസിനല്ല വിറ്റത് എന്ന് ഉറപ്പുവരുത്തണം. അതായത് അതിന് വേണ്ടിയിട്ടുള്ള എൻക്വയറീസ് നടത്താനുള്ള ഡ്യൂട്ടി ആർക്കുണ്ട്? ഓഡിറ്റർക്കുണ്ട്. ഇങ്ങനെ തുടങ്ങി ലോൺസ് ആൻഡ് അഡ്വാൻസ് മെയ്ഡ് ബൈ ദ കമ്പനീസ് ആസ് ഓൺ ആസ് ഡെപ്പോസിറ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ടോ ലോൺസ് ആൻഡ് അഡ്വാൻസസ് മെയ്ഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ പേഴ്സണൽ എക്സ്പെൻസ് ചാർജ് ടു റവന്യൂ അക്കൗണ്ട്, ഏതെങ്കിലും തരത്തിൽ പേഴ്സണൽ എക്സ്പെൻസസ് റവന്യൂ അക്കൗണ്ട് ചാർജ് ചെയ്തിട്ടുണ്ടോ, ഇതൊക്കെ സംബന്ധിച്ചുള്ള എൻക്വയറി നടത്താനുള്ള ഡ്യൂട്ടി എന്തുണ്ട്? ഡ്യൂട്ടിയാണ് ആർക്കുള്ളത്? ഡ്യൂട്ടി ഓഫ് ആൻ ഓഡിറ്റർക്കുള്ളത്. രണ്ടാമത്തെ ഡ്യൂട്ടിയാണ് ഡ്യൂട്ടി ടു റിപ്പോർട്ട് ഓൺ അക്കൗണ്ട്സ് ഓഡിറ്റഡ് ബൈ ഹിം. ഇതൊരു പ്രിൻസിപ്പൽ ഡ്യൂട്ടി ഓഫ് എൻ ഓഡിറ്റർ. ഓഡിറ്റർ പ്രധാനപ്പെട്ട ഡ്യൂട്ടിയാണിത്. അണ്ടർ സെക്ഷൻ 227 അനുസരിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു ഡ്യൂട്ടിയാണ് ഡ്യൂട്ടി ടു റിപ്പോർട്ട് ഓൺ അക്കൗണ്ട്സ് ഓഡിറ്റഡ് ബൈ ഹിം. അതായത് ഓഡിറ്റ് ചെയ്യുന്ന അക്കൗണ്ട്സ് അതിനു വേണ്ട റിപ്പോർട്ട് മേക്ക് ചെയ്യുക എന്നുള്ളത് ഓഡിറ്ററെ പ്രധാനപ്പെട്ട ഡ്യൂട്ടിയാണ്. അതായത് അക്കൗണ്ട്സ് ഏതൊക്കെയായിരിക്കും? പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും. അതിൽ മറ്റ് ഡോക്യുമെന്റ് ഏതെങ്കിലും അതിൻ്റെ കൂടെ അനക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും. അത് നമ്മൾ ആനുവൽ ജനറൽ മീറ്റിംഗിൽ സമർപ്പിക്കാൻ പോകുന്ന അയാളുടെ റിപ്പോർട്ട് ഈ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും അതിനോട് അനക്സ് ചെയ്തിട്ടുള്ള മറ്റു ഡോക്യുമെന്റും ചേർന്നിട്ടുള്ള രേഖകളാണ് റിപ്പോർട്ട് കൂടെ സബ്മിറ്റ് ചെയ്യേണ്ടത്. അത് സബ്മിറ്റ് ചെയ്യുക, അത് ആ റിപ്പോർട്ട് എന്ത് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക അല്ലെങ്കിൽ റിപ്പോർട്ട് മേക്ക് ചെയ്യുക എന്നുള്ളത് ഓഡിറ്ററെ മറ്റൊരു ഡ്യൂട്ടിയാണ്. ഓഡിറ്റ് റിപ്പോർട്ട് എന്നുള്ളത്, ഓഡിറ്റ് റിപ്പോർട്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ട് പഠിക്കുന്നുണ്ട്. ആ ഭാഗത്ത് നമുക്ക് റിപ്പോർട്ടിനെ കുറിച്ച് പറയാം. ദെൻ ഡ്യൂട്ടി അക്കോർഡിംഗ് ടു ദി ഡയറക്ഷൻ ഓഫ് ദി സെൻട്രൽ ഗവൺമെന്റ്. സെൻട്രൽ ഗവൺമെന്റിന്റെ ഡയറക്ഷൻ പ്രകാരം ചില ഡ്യൂട്ടീസ് ഓഡിറ്റർ നിർവഹിക്കേണ്ടതായിട്ടുണ്ട്.
അത് അണ്ടർ സെക്ഷൻ 227 സബ്സെക്ഷൻ 4A പ്രകാരമുള്ള സെൻട്രൽ ഗവൺമെന്റ് മേ ബി ബൈ എ ജനറൽ അല്ലെങ്കിൽ സ്പെഷ്യൽ ഓർഡർ കമ്പനീസിന് ചില ഡയറക്ഷൻസ് എന്ത് ചെയ്യാറുണ്ട്, ഓഡിറ്റ് നൽകാറുണ്ട് സെൻട്രൽ ഗവൺമെന്റ്. അതിൽ വരുന്നതാണ് സെൻട്രൽ ഗവൺമെന്റ് ഇഷ്യൂസ് സച്ച് ഡയറക്ഷൻസ് ഓഡിറ്റർ റിക്വയർഡ്. അത്തരത്തിലുള്ള ഡയറക്ഷൻസ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഓഡിറ്റർ റിക്വയർഡ് ടു കംപ്ലൈ വിത്ത് ദം. അതായിട്ട് എന്ത് ചെയ്യണം, അത് അനുസരിക്കൽ ബാധ്യസ്ഥരാണ് ആര്, ഓഡിറ്റർ. അങ്ങനെയുള്ള ഓർഡർ കൊണ്ടുണ്ടാകുന്ന ഓഡിറ്റ് എക്സാമിൻ ചെയ്യേണ്ട ഡ്യൂട്ടീസ് ആണ്. ഓഡിറ്റ് എക്സാമിൻ ചെയ്യേണ്ട എന്തൊക്കെയാണ്, ഓഡിറ്റ് റിപ്പോർട്ട് എക്സാമിൻ ചെയ്യണം. റിക്വയർ ദാറ്റ് ഓഡിറ്റർ റിക്വയർഡ് ടു കംപ്ലൈ വിത്ത് ദം പറഞ്ഞു. ഓർഡർ requires that auditors report on account of every company examined by him. അത് ഏതൊക്കെ കമ്പനികളിലാണോ ഇയാൾ ഓഡിറ്റ് നടത്തുന്നത് ആ കമ്പനികളിലൊക്കെയും ഓഡിറ്റ് റിപ്പോർട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്, ഈ ഓർഡർ എന്താണ്, ബാധകമായിരിക്കും. അത്തരത്തിൽ ബാധകമാകുന്ന ഓർഡർ ഉണ്ടെങ്കിൽ, അത് ഗവൺമെന്റിന്റെ ഡയറക്ഷൻസ് ഉണ്ടെങ്കിൽ, അത് അത്തരത്തിലുള്ള കമ്പനികൾ, ഉദാഹരണത്തിന് മാനുഫാക്ചറിങ്, മൈനിങ്, പ്രോസസ്സിംഗ് കമ്പനീസ്, സപ്ലൈയിങ് ആൻഡ് റെൻഡറിങ് സർവീസ് കമ്പനി, ട്രേഡിംഗ് കമ്പനി, ബിസിനസ് ഓർ ഫിനാൻസിങ്, ഇൻവെസ്റ്റ്മെന്റ്, ചിറ്റ് ഫണ്ട്, മ്യൂച്വൽ ബെനിഫിറ്റ് ഫണ്ട്, ഇത്തരം കമ്പനികളുടെ ബിസിനസ് ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഡയറക്ഷൻ അനുസരിച്ച് ചില ഡ്യൂട്ടീസ് ആര് നിർവഹിക്കേണ്ടതായിട്ടുണ്ട്, ഓഡിറ്റർ നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ ഡ്യൂട്ടി ടു സർട്ടിഫൈ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡ്യൂട്ടി കൂടിയാണ് ഡ്യൂട്ടി ടു സർട്ടിഫൈ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് എന്നുള്ളത്. അത് ഓഡിറ്റർ റിക്വയർ ടു സർട്ടിഫൈ ദി ആക്യുറസി ഓഫ് കണ്ടന്റ് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്. സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടിന്റെ കണ്ടന്റിനെ സംബന്ധിച്ച് അതിന്റെ ആക്യുറസി ഓഡിറ്റർ സാക്ഷ്യപ്പെടുത്തേണ്ടതാണ്. അത് ആയിട്ട് ബന്ധപ്പെട്ട് സബ്സ്ക്രിപ്ഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ, ക്യാഷ് റിസീവ്ഡ്, പേയ്മെന്റ് ഓഫ് ദി കമ്പനി, ഇതൊക്കെ എന്ത് ചെയ്യണോ, സർട്ടിഫൈ ചെയ്യേണ്ടത് ഓഡിറ്ററുടെ കടമയാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം സർട്ടിഫൈ ചെയ്യേണ്ടത്, ഇയാൾ സർട്ടിഫൈ ചെയ്യുന്ന രേഖകളൊക്കെ തന്നെയും ഒരു 2 കുറയാത്ത ഡയറക്ടേഴ്സ് എന്ത് ചെയ്തിരിക്കണം, സർട്ടിഫൈ ചെയ്തിരിക്കണം. He should certify it as correct after same has been certified by not less than 2 directors. 2 ഡയറക്ടേഴ്സ് എന്ത് ചെയ്തിരിക്കണം, ആദ്യം സർട്ടിഫൈ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ മാത്രമല്ല, വൺ ഹൂം ഷാൾ ബി എ മാനേജിംഗ് ഡയറക്ടർ, അതിൽ ഒരാൾ എന്തായിരിക്കണം, മാനേജിംഗ് ഡയറക്ടർ ആയിരിക്കണം. ഇങ്ങനെ ഗവൺമെന്റിന്റെ സെൻട്രൽ ഗവൺമെന്റ് ഡയറക്ഷനുള്ള ചില ഡ്യൂട്ടീസ് ഓഡിറ്റർക്ക് നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ ഡ്യൂട്ടി ടു റിപ്പോർട്ട് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നതിന്റെ റിപ്പോർട്ട് തയ്യാറാക്കുന്നത്, അതായത് അതിൽ വരുന്ന പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, അതുപോലെ തന്നെ അതിന്റെ കമ്പനീസ് സബ്സിഡറീസിന്റെ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്, റേറ്റ് ഓഫ് ഡിവിഡൻഡ് പെയ്ഡ്, ഇത് 5 ഫിനാൻഷ്യൽ ഇയേഴ്സിൽ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പുള്ള 5 ഫിനാൻഷ്യൽ ഇയേഴ്സിലെ ഡീറ്റെയിൽസ് ആണ് കമ്പനിയുടേത് ആവശ്യമായി വരുന്നത്, ഈ റിപ്പോർട്ട് പ്രോസ്പെക്ടസിൽ വേണ്ടി വരുന്നത്. അത്തരത്തിൽ റിപ്പോർട്ട് ഫോർ പ്രോസ്പെക്ടസ്, അതായത് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട് എക്സിസ്റ്റിംഗ് കമ്പനിക്ക്, അതിന്റെ റിപ്പോർട്ട് എന്ത് ചെയ്തിരിക്കണം, സമർപ്പിച്ചിരിക്കണം. അത്തരത്തിലുള്ള റിപ്പോർട്ട് സമർപ്പിക്കുക എന്നുള്ളതും, ഒരു പ്രോസ്പെക്ടസിന് വേണ്ടിയിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കുക എന്നുള്ളതും ഡ്യൂട്ടിയാണ്, ഓഡിറ്റർ ഡ്യൂട്ടിയാണ്. ദെൻ ഡ്യൂട്ടി ടു സർട്ടിഫൈ ഡിക്ലറേഷൻ ഓഫ് ദി സോൾവൻസി. പാപ്പരായ കമ്പനികൾ ഉണ്ടാവും, അത്തരം കമ്പനികളുടെ പാപ്പരാണെന്ന് സർട്ടിഫൈ ചെയ്യാനുള്ള ഡ്യൂട്ടി ഓഡിറ്റർക്കുള്ളതാണ്. അതായത് അത്തരം കമ്പനികൾ എന്ത് ചെയ്യും, വളണ്ടർലി വൈൻഡിങ് അപ്പിലേക്ക് പോകും. അപ്പൊ ഡയറക്ടേഴ്സ് എന്ത് ചെയ്യും, ഡയറക്ടേഴ്സ് പാപ്പറായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഓഡിറ്റർ റിക്വയർഡ് അത് സർട്ടിഫൈ ചെയ്യണം. ഡയറക്ടേഴ്സിന്റെ ഡിക്ലറേഷൻ അബൌട്ട് ദി സോൾവൻസി ഓഫ് ദി കമ്പനി എന്ത് ചെയ്തിരിക്കണം, സർട്ടിഫൈ ചെയ്തിരിക്കണം. സെക്ഷൻ 488 സബ്സെക്ഷൻ 2 അനുസരിച്ചാണ് ഓഡിറ്റർ ഇത് എന്ത് ചെയ്യേണ്ടത്, സർട്ടിഫൈ ചെയ്യേണ്ടത്. ഇത് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടിയിൽ വരുന്ന ഒന്നാണ്. ദെൻ ഡ്യൂട്ടി ടു അസിസ്റ്റ് ഇൻസ്പെക്ടേഴ്സ്.
മറ്റൊന്നാണ് ഏതെങ്കിലും തരത്തിലുള്ള എൻക്വയറി വന്നാൽ, ഏതെങ്കിലും തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻ നടന്നാൽ ആ ഇൻവെസ്റ്റിഗേഷനോട് അനുകൂലമായിട്ട് അസിസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഓഡിറ്റർ ഡ്യൂട്ടിയാണ് ഡ്യൂട്ടി ടു അസിസ്റ്റ് ഇൻസ്പെക്ടേഴ്സ്. ഇൻസ്പെക്ടേഴ്സിന് എന്ത് ചെയ്യുക, അസിസ്റ്റ് ചെയ്യുക എന്നുള്ളത്. It is the duty of the auditor to help the inspectors do his best while they are investigating into the affairs of the company. കമ്പനിയുടെ അഫയേഴ്സ് എന്ത് ചെയ്യണം, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ അസിസ്റ്റൻസ് ചെയ്യാനുള്ള ഡ്യൂട്ടി ഓഡിറ്റർക്കുണ്ട്. അണ്ടർ സെക്ഷൻ 240 സബ്സെക്ഷൻ 1B പ്രകാരമാണ് ഡ്യൂട്ടി. ഇതും സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടിയിൽ വരുന്ന ഒന്നാണ്. ഡ്യൂട്ടി ടു മേക്ക് എൻക്വയറീസ്, ഡ്യൂട്ടി ടു റിപ്പോർട്ട് accounts audited by him, duty according to direction of central government, duty to report for prospectus, duty to certify declaration of solvency, duty to assist inspectors, duty to assist public prosecutors. Under section 242 subsection 1 പ്രകാരം കമ്പനീസ് ആക്ടിൽ തന്നെ അണ്ടർ സെക്ഷൻ 242 subsection 1 അനുസരിച്ച് ഓഡിറ്റർ ഓഫ് കമ്പനി എന്ത് ചെയ്യണം, ഷാൾ ബി റിക്വയർഡ് ടു ഗീവ് ടു സെൻട്രൽ ഗവൺമെന്റ് ഓർ റീസണബിൾ അസിസ്റ്റൻസ്. എല്ലാ തരത്തിലുള്ള അസിസ്റ്റൻസും ഏതെങ്കിലും തരത്തിലുള്ള പ്രോസിക്യൂഷൻ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ മാനേജിങ് ഏജന്റ് അതർ മറ്റേതെങ്കിലും ഓഫീസേഴ്സ് ഓഫ് ദി കമ്പനി എന്ത് ചെയ്യുന്നു, പ്രോസിക്യൂഷൻ നടപടിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവിടെ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ത് ചെയ്യണം, അസിസ്റ്റ് ചെയ്യണം എന്നുള്ള ഡ്യൂട്ടി ഓഡിറ്റർക്കുണ്ട്. ഈ ഡ്യൂട്ടി ഒരിക്കലും തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ് ഓഫ് ദി ഓഡിറ്റർ കനോട്ട് ബി കർട്ടൈൽഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് ദി കമ്പനി. ഇതൊരിക്കലും ആർട്ടിക്കിൾസ് ഓഫ് ദി കമ്പനിക്കോ ഷെയർ ഹോൾഡേഴ്സിനോ ഡയറക്ടേഴ്സിനോ ഇതെന്ത് ചെയ്യാൻ പറ്റില്ല, കർട്ടൈൽ ചെയ്യാൻ, കുറക്കാനൊന്നും പറ്റില്ല. ഡ്യൂട്ടി ടു അസിസ്റ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ. ദെൻ അടുത്ത ഡ്യൂട്ടീസ് ആണ് ഡ്യൂട്ടീസ് അറൈസിങ് ഔട്ട് ഓഫ് കോമൺ ലോ. എന്താണ് ഡ്യൂട്ടീസ് അറൈസിങ് ഔട്ട് ഓഫ് കോമൺ ലോ? Duties arise out of contract between auditor and client. ഓഡിറ്ററും ക്ലയന്റ്, അതായത് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയും തമ്മിലുള്ള കോൺട്രാക്റ്റിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഡ്യൂട്ടിയാണ് ഡ്യൂട്ടി അറൈസിങ് ഔട്ട് ഓഫ് കോമൺ ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Auditor required to perform all those duties which he has expressly or implying undertaken to perform by a contract with his client. അത് എക്സ്പ്രസ്ലി ആണോ അല്ലെങ്കിൽ ഇംപ്ലൈയിങ് ആണോ എന്ന് നോക്കണ്ടില്ല. എന്ത് ഡ്യൂട്ടി ആണെങ്കിലും അത് ചെയ്യൽ ഒരു ഓഡിറ്ററുടെ ഉത്തരവാദിത്തമാണ്. ഓഡിറ്റർ അയാളുടെ ഓഡിറ്റ് പ്രൊസീജിയറായി ബന്ധപ്പെട്ടിട്ടുള്ള ഡ്യൂട്ടീസ് ആണ് ഇതിൽ വരുന്ന ഡ്യൂട്ടീസ് അധികം. ടു അസർട്ടൈൻ അൺയൂട്ടിലൈസ്ഡ് കപ്പാസിറ്റി ഓഫ് ഇൻഡസ്ട്രിയുടെ അൺയൂട്ടിലൈസ്ഡ് കപ്പാസിറ്റി എന്ത് ചെയ്യുക, അസർട്ടൈൻ ചെയ്യുക. പൊസിഷൻ ഓഫ് ദി കറന്റ് അസറ്റിന്റെ പൊസിഷൻ എന്ത് ചെയ്യുക, കാണിക്കുക. ദെൻ എക്സ്റ്റെന്റ് ഓഫ് ദി ഓവർ സ്റ്റോക്കിംഗ് സ്റ്റോർസ് ഉണ്ടെങ്കിൽ അത് സംബന്ധിച്ചിട്ടുള്ള ഡ്യൂട്ടി. അങ്ങനെ തുടങ്ങി ഒരു ഓഡിറ്റ് പ്രൊസീജിയറായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ഡ്യൂട്ടീസ് നിർവഹിക്കേണ്ടതുണ്ട് ആ ഡ്യൂട്ടീസ് ഒക്കെ ഇതിൽ വരും, ഡ്യൂട്ടീസ് അറൈസിങ് ഔട്ട് ഓഫ് കോമൺ ലോയിൽ വരും. ദെൻ ഡ്യൂട്ടീസ് അറൈസിങ് ഔട്ട് ഓഫ് പ്രൊഫഷണൽ എറ്റിക്വറ്റ്. പ്രൊഫഷണൽ ആയിട്ടുള്ള മര്യാദയുടെ പുറത്തുണ്ടാകുന്ന ഡ്യൂട്ടീസ്. എവറി ഓഡിറ്റർ ഷുഡ് ക്യാരി ഓൺ ഹിസ് ഡ്യൂട്ടീസ് വിത്ത് ഡ്യൂ റിഗാർഡ് ടു പബ്ലിക് ഇൻട്രസ്റ്റ് ആൻഡ് നോട്ട് ഇൻ പേഴ്സണൽ ഇൻട്രസ്റ്റ്. അതിലൊന്നാണ് ഓഡിറ്റർ എന്ത് ചെയ്തിരിക്കണം, പബ്ലിക് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഓഡിറ്റർ അയാൾ ഡ്യൂട്ടീസ് ക്യാരി ഓൺ ചെയ്യേണ്ടത്. ഒരിക്കലും പേഴ്സണൽ ഇൻട്രസ്റ്റ് കടന്നു വരാൻ പാടില്ല. പിന്നെ ഹി മസ്റ്റ് ബി ഹോണസ്റ്റ് ആയിരിക്കണം. ദെൻ he should disclose all material fact about the working and financial position of the company to shareholders. ഷെയർഹോൾഡേഴ്സിന് അതിൻ്റെ കമ്പനിയുടെ എല്ലാ മെറ്റീരിയൽ ഫാക്ട്സും എന്ത് ചെയ്തിരിക്കണം, ഡിസ്ക്ലോസ് ചെയ്ത് കൊടുക്കണം. Auditor should strictly adhere to the rules and regulations formulated by ICAI. ICAIയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. ഇത്തരത്തിലുള്ള ഡ്യൂട്ടീസ് ആണ് ഡ്യൂട്ടീസ് അറൈസിങ് ഔട്ട് ഓഫ് പ്രൊഫഷണൽ എറ്റിക്വറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഡ്യൂട്ടീസ് അറൈസിങ് ഔട്ട് ഓഫ് പ്രൊഫഷണൽ എറ്റിക്വറ്റ് നമ്മൾ പറഞ്ഞു. Then duties imposed by legal അല്ലെങ്കിൽ കോർട്ട് ഡിസിഷൻസ്. കോർട്ട് ഡിസിഷൻ കൊണ്ടുണ്ടാകുന്ന സർട്ടൻ ഡ്യൂട്ടീസ് ആണ് അടുത്തതായിട്ടുള്ളത്. കമ്പനി ഓഡിറ്റർക്ക് ചില കോർട്ട് ഡിസിഷൻസ് അല്ലെങ്കിൽ കോർട്ട് ഓർഡേഴ്സ് കൊണ്ടുണ്ടായിട്ടുള്ള ഡ്യൂട്ടീസ് ആണ്. ഇത്തരം ഡ്യൂട്ടീസിൽ വരുന്നതാണ് ഒന്ന്, ടു ചെക്ക് സ്റ്റോക്ക് പ്രോപ്പർലി. സ്റ്റോക്ക് എന്ത് ചെയ്യണം, പ്രോപ്പറായി ചെക്ക് ചെയ്യണം എന്നുള്ളത്. മറ്റൊന്ന്,
should perform its duties with proper care and skill. പ്രോപ്പർ കെയറോട് കൂടിയും സ്കില്ലോട് കൂടി എന്ത് ചെയ്തിരിക്കണം, അയാൾ ഡ്യൂട്ടി പെർഫോം ചെയ്യണം. പിന്നെ ഹി ഷുഡ് എക്സാമിൻ ദി ടേംസ് ഓഫ് ഡിബഞ്ചർ ട്രസ്റ്റ് ഡീഡ്. ഡിബഞ്ചർ ട്രസ്റ്റ് ഡീഡിലെ ടേംസ് എന്ത് ചെയ്തിരിക്കണം, എക്സാമിൻ ചെയ്തിരിക്കണം. ഹി ഷുഡ് ഫിസിക്കലി കൗണ്ട് ക്യാഷ് ഇൻ ഹാൻഡ്. ഒരു ഫിനാൻഷ്യൽ ഇയറിന്റെ അവസാനത്തിലുള്ള ക്യാഷ് ഇൻ ഹാൻഡ് എന്ത് ചെയ്യണം, ഫിസിക്കലി കൗണ്ട് ചെയ്യണം. പിന്നെ ഹീസ് എ വാച്ച് ഡോഗ്. ഒരിക്കലും തന്നെ എന്തല്ല, നോട്ട് എ ബ്ലഡ് ഹോണ്ട്. ഒരു ബ്ലഡ് ഹോണ്ട് അല്ല, വാച്ച് ഡോഗ് മാത്രമാണ്. നോട്ട് ടു അഡാപ്റ്റ് ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് സസ്പീഷൻ ടുവാർഡ്സ് ദി ക്ലയന്റ് സ്റ്റാഫ്. ക്ലയന്റ് സ്റ്റാഫിന്റെ മേലെ എന്തായിട്ട് ഒരു ആറ്റിറ്റ്യൂഡ് ഓഫ് സസ്പീഷൻ പുലർത്താൻ പാടില്ല. ഒരു സംശയത്തിന്റെ ദൃഷ്ടിയോടുകൂടി എന്ത് ചെയ്യാൻ നോക്കി കാണാൻ പാടില്ല. Then an auditor should correspond in writing. ഓഡിറ്റർ എന്ത് ചെയ്തിരിക്കണം, കറസ്പോണ്ട് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. ആരുമായിട്ട്? വിത്ത് ദി റിട്ടയറിംഗ് ഓഡിറ്റർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. ബിഫോർ ആക്സെപ്റ്റിംഗ് ദി അപ്പോയിൻമെന്റ് ആക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ പിരിഞ്ഞു പോകുന്ന ഓഡിറ്ററിൽ നിന്ന് കമ്മ്യൂണിക്കേഷൻ നടത്തിയിരിക്കണം. ദെൻ പിന്നെ പറയുന്നത് നോൺ മെമ്പർ ഓഫ് ICI ആൻഡ് നോൺ ഹോൾഡർ ഓഫ് എ സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് ഫ്രം ദി കൗൺസിൽ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട്. നോൺ മെമ്പർ അല്ലെങ്കിൽ നോൺ ഹോൾഡർ ഓഫ് ദി സർട്ടിഫിക്കറ്റ് കനോട്ട് പ്രാക്ടീസ് ആസ് എൻ ഓഡിറ്റർ. ഒരിക്കലും തന്നെ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു ഓഡിറ്റർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല. ഇതൊക്കെ കോർട്ട് ഡിസിഷൻ ഉണ്ടായിട്ടുള്ള ഓഡിറ്റർ ഡ്യൂട്ടീസ് ആണ്. ദെൻ ഓഡിറ്റ് ഓഫ് ദി കമ്പനി എങ്ങനെയാന്നുള്ളത്, അതുമായി സംബന്ധിച്ച് കമ്പനി ഓഡിറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം നമ്മൾ ഏതൊക്കെ ഡ്യൂട്ടീസ് വരും എന്നുള്ളതും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ കൂടെ പറയാം. അത്തരത്തിലുള്ള ഡ്യൂട്ടീസ് ആണ് ഡ്യൂട്ടീസ് ഇൻ കണക്ഷൻ വിത്ത് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ, ഡ്യൂട്ടീസ് ഇൻ കണക്ഷൻ വിത്ത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, ഡ്യൂട്ടീസ് ഇൻ കണക്ഷൻ വിത്ത് prospectus or statement in lieu of prospectus, ഡ്യൂട്ടീസ് ഇൻ കണക്ഷൻ വിത്ത് ഷെയർ ക്യാപിറ്റൽ. ഇത്രയും ഡ്യൂട്ടീസ് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ, കൂടാതെ ഇതിന്റെ പുറമെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്താണ് ഡ്യൂട്ടീസ് ഇൻ കണക്ഷൻ വിത്ത് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. അതിലെ ഒബ്ജക്റ്റ് ക്ലോസ്, ക്യാപിറ്റൽ ക്ലോസ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഓഡിറ്റർ അത് എന്ത് ചെയ്യണം, ഷുഡ് എക്സാമിൻ ദി മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ വിത്ത് ദി ഫോളോയിങ് ഒബ്ജക്റ്റ്. എന്തിനു വേണ്ടിയാണ് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ എക്സാമിൻ ചെയ്യേണ്ടത്? ടു നോ അബൌട്ട് ദി കമ്പനി ആസ് ഒബ്ജക്റ്റ് ക്ലോസ്. കമ്പനിയുടെ ഒരു ഒബ്ജക്റ്റ് ക്ലോസ് എന്താണെന്ന് അറിയാൻ വേണ്ടി. ടു നോ ദാറ്റ് ഇഷ്യൂഡ് ക്യാപിറ്റൽ ക്ലോസ് നോക്കിക്കൊണ്ട് ടു നോ ദി ഇഷ്യൂഡ് ക്യാപിറ്റലിനെ കുറിച്ചാണ്. ടു സീ ദാറ്റ് ക്ലാസസ് ഓഫ് ഷെയർ ക്യാപിറ്റൽ ക്ലോസ് നോക്കിക്കൊണ്ട് ക്ലാസസ് ഓഫ് ഷെയർസ് അറിയാൻ വേണ്ടി. ടു നോ ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പവേഴ്സ് ഓഫ് ദി കമ്പനി, കോൺസ്റ്റിറ്റ്യൂഷനും പവേഴ്സ് ഓഫ് ദി കമ്പനി അറിയാൻ വേണ്ടി. To know the provision which are likely to affect of accounts of the company. To know the provision which are likely to affect the accounts of the company. കമ്പനീസിന്റെ അക്കൗണ്ടിനെ അഫക്റ്റ് ചെയ്യാവുന്ന പ്രൊവിഷൻസ് ഏതെങ്കിലും ഉണ്ട്, അതിനെ കുറിച്ച് അറിയാൻ വേണ്ടി. If authorized share capital has been increased, he should obtain copy of resolution. Authorized share capital എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റെസൊല്യൂഷൻ, അത് പാസ്സാക്കിയ റെസൊല്യൂഷന്റെ കോപ്പി ഒബ്റ്റെയിൻ ചെയ്യണം. ഇത്രയാണ് എന്ത് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട് ഓഡിറ്റർക്കുള്ള ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഓഡിറ്ററുടെ ഡ്യൂട്ടീസ് ആണ് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓഡിറ്റർ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ പറഞ്ഞത്. ഓഡിറ്റർ ഡ്യൂട്ടീസ് എന്തിനാണ് ഓഡിറ്റർ ഡ്യൂട്ടി എന്താണ്? ടു എക്സാമിൻ ദി മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ എന്നുള്ളതാണ്. ആ ഡ്യൂട്ടി നിർവഹിക്കുമ്പോൾ എന്തിനു വേണ്ടിയാണെന്നുള്ളതാണ്. എന്തിനു വേണ്ടിയാണ്? ടു നോ ദി ആക്ടിവിറ്റീസ് ഓഫ് ദി കമ്പനി ആസ് ഒബ്ജക്റ്റ് ക്ലോസ്, ടു നോ ദാറ്റ് ഇഷ്യൂഡ് ക്യാപിറ്റൽ ഓഫ് ദി കമ്പനി വിത്ത് ദി ഓതറൈസ്ഡ് ക്യാപിറ്റൽ ആസ് സ്പെസിഫൈഡ് ഇൻ ദി ക്യാപിറ്റൽ ക്ലോസ്. ക്യാപിറ്റൽ ക്ലോസ് സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഓതറൈസ്ഡ് ക്യാപിറ്റൽ തന്നെയാണോ ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്നുള്ളത് ഉറപ്പുവരുത്താൻ വേണ്ടി. ടു സീ ദാറ്റ് ക്ലാസസ് ഓഫ് ഷെയർസ് അക്കർ വിത്ത് ദോസ് സ്റ്റേറ്റഡ് ഇൻ ദി ക്യാപിറ്റൽ ക്ലോസ്. ക്യാപിറ്റൽ ക്ലോസ് സ്റ്റേറ്റ് ചെയ്തിട്ടുള്ളത് തന്നെയാണോ ഇവര് ഇഷ്യൂ ചെയ്തിട്ടുള്ള ക്ലാസ് ഓഫ് ഷെയർസ് ഏതൊക്കെയാണുള്ളത്. Then to know the constitution and powers of the company. Then to know provision which are likely to affect accounts of the company.
if authorized share capital has been increased according to law, he should obtain copy of the resolution. ഇത്രയും കാര്യങ്ങളാണ് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഓഡിറ്റർ ഡ്യൂട്ടിയാണ്. ഓഡിറ്റർ ഈ ഒബ്ജക്റ്റ് ക്ലോസ് എന്ത് ചെയ്യണം, കെയർഫുള്ളി എക്സാമിൻ ചെയ്യണം. അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണം ഏതെങ്കിലും തരത്തിലുള്ള ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്ന കമ്പനി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ക്യാപിറ്റൽ ക്ലോസ് വെരിഫൈ ചെയ്യണം. ഇത് ഓതറൈസ്ഡ് ക്യാപിറ്റൽ തന്നെയാണെന്നുള്ളത് ഓതറൈസ്ഡ് ക്യാപിറ്റൽ എൻഷുർ ചെയ്യണം. എന്താണ് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനിലുള്ള ഇതൊക്കെയാണ് ഓഡിറ്റർ ഡ്യൂട്ടീസ് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട്. ദെൻ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ഓഡിറ്റർ എന്താണ് എക്സാമിൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ? ഓഡിറ്റർ എക്സാമിൻ ചെയ്യണം ടു നോ അബൌട്ട് എന്തിനു വേണ്ടി, ടു അബൌട്ട് ഇഷ്യൂ ഓഫ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിഫറെന്റ് ക്ലാസസ് ഓഫ് ഷെയർസ്, ഷെയർ അലോട്ട്മെന്റ്, കോഴ്സ്, ഫോർഫീച്ചർ, റീ ഇഷ്യൂ, ട്രാൻസ്ഫർ ഓഫ് ഷെയർ, ട്രാൻസ്മിഷൻ ഓഫ് ഷെയർ, ഇതൊക്കെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഉണ്ടാവുക. ഇഷ്യൂ ഓഫ് ഷെയർ ക്യാപിറ്റൽ, ഡിഫറെന്റ് ക്ലാസസ് ഓഫ് ഷെയർസ്, ഷെയർ അലോട്ട്മെന്റ്, കോഴ്സ്, ഫോർഫീച്ചർ, റീ ഇഷ്യൂ, ട്രാൻസ്ഫർ ഓഫ് ഷെയർ, ട്രാൻസ്മിഷൻ ഓഫ് ഷെയർ, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലാണ് പറയുന്നത്. അതേപോലെ തന്നെ അണ്ടർറൈറ്റേഴ്സ്, കമ്മീഷൻ, ബ്രോക്കറേജ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആണ് പറയുന്നുണ്ടാവുക. നമ്പർ, ക്വാളിഫിക്കേഷൻ, പവേഴ്സ്, ഡ്യൂട്ടീസ് ആൻഡ് റെമ്യൂണറേഷൻ ഓഫ് ഡയറക്ടേഴ്സ്. റെമ്യൂണറേഷൻ ഓഫ് ഡയറക്ടേഴ്സിന്റെ നമ്പർ, അവരുടെ ക്വാളിഫിക്കേഷൻ, അവരുടെ പവേഴ്സ്, ഡ്യൂട്ടീസ്, റെമ്യൂണറേഷൻ, ഇത്തരം കാര്യങ്ങൾ ഡയറക്ടർമാരുമായിട്ട് ബന്ധപ്പെട്ടത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആണ് ഉണ്ടാവുക. പ്രൊവിഷൻ റിഗാർഡിംഗ് മീറ്റിംഗ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്, വോട്ടിംഗ് റൈറ്റ്, ഡിവിഡൻഡ്, റിസർവ്, അതായത് മീറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട, ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട, വോട്ടിംഗ് റൈറ്റുമായിട്ട് ബന്ധപ്പെട്ട, ഡിവിഡൻഡുമായിട്ട് ബന്ധപ്പെട്ട, റിസർവ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒക്കെയും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലാണ് പറയുക. കോൺട്രാക്ട്, വെൻഡേഴ്സായിട്ട് ഉണ്ടാകുന്ന കോൺട്രാക്ട്, അതും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലാണ് ഉണ്ടാവുക. ബോറോയിങ് പവേഴ്സ്, അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ്, rate of interest charged on calls in arrears and calls in advance, rules for preparation and maintenance of account. ഇത്തരം കാര്യങ്ങൾ അറിയാൻ വേണ്ടി ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആണ് എന്ത് ചെയ്യേണ്ടത്, പരിശോധിക്കേണ്ടത്. ദെൻ prospectus or statement in lieu of prospectus. ഓഡിറ്റർ എന്ത് ചെയ്യണം, എക്സാമിൻ ചെയ്യണം പ്രോസ്പെക്ടസ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻ lieu of prospectus. എന്തിനു വേണ്ടി, he should like to know the following. ഇതൊക്കെയാണ് to know about the particulars of issue of shares, amount of minimum subscription, amount payable on application and allotment and calls, the particulars of issue of debentures, debenture issue ചെയ്തതൊക്കെ പ്രോസ്പെക്ടസിലാണ് ഉണ്ടാവുക. ബ്രോക്കറേജ് ആൻഡ് കമ്മീഷൻ, particulars of contract with vendors ആയിട്ടുള്ള കോൺട്രാക്ട് ഉണ്ട്, അതിന്റെ മോഡ് ഓഫ് പേയ്മെന്റ് എങ്ങനെ, പർച്ചേസ് കൺസിഡറേഷൻ എത്ര. Then directors interest in those contract, ഡയറക്ടേഴ്സിന്റെ ഇൻട്രസ്റ്റ് എന്താണ് അത്തരം കോൺട്രാക്റ്റുകളിൽ, ഡയറക്ടേഴ്സ് ഇൻട്രസ്റ്റ് ഇൻ ദോസ് കോൺട്രാക്ട്. Then estimated amount of preliminary expensiന്റെ എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ള എമൗണ്ട്, എസ്റ്റിമേറ്റഡ് എമൗണ്ട് ഓഫ് preliminary expensiന്റെ എന്താണ് എസ്റ്റിമേറ്റഡ് എമൗണ്ട്. Then പ്രൊമോട്ടേഴ്സ് റെമ്യൂണറേഷൻ, ഇത്തരം കാര്യങ്ങളൊക്കെ പ്രോസ്പെക്ടസ് അല്ലെങ്കിൽ പ്രോസ്പെക്ടസ് ഇൻ lieu of prospectus, സ്റ്റേറ്റ്മെന്റ് ഇൻ lieu of prospectusലാണ് ഉണ്ടാവുക. അപ്പം മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനിൽ ഓഡിറ്റർ എക്സാമിൻ ചെയ്യേണ്ടത് ഒബ്ജക്റ്റീവ് ക്ലോസും ക്യാപിറ്റൽ ക്ലോസും ആണ്. എന്തിനൊക്കെയാണെന്ന് പറഞ്ഞു, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പവേഴ്സ് ഓഫ് ദി കമ്പനി അറിയാൻ വേണ്ടിയിട്ടും, provision are likely to affect the accounts of the company, then authorized capital increase ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റെസൊല്യൂഷൻ, ഇത്രയും കാര്യങ്ങളാണ് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ദെൻ ഇനി ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ഒബ്ജക്ട്സ്
ടു നോ അബൌട്ട് ഇഷ്യൂ ഷെയർ ക്യാപിറ്റൽ, അതിന് ഡിഫറെൻറ്റ് ക്ലാസ് ഷെയർസ്, ഷെയർ അലോട്ട്മെന്റ്, കോൾസ്, ഓർമ്മിക്കാനേ കഴിയുന്ന കാര്യങ്ങൾ തന്നെയാണല്ലോ ഇവിടെ പറഞ്ഞതാണ്. അണ്ടർറൈറ്റേഴ്സ് കമ്മീഷൻ, ബ്രോക്കറേജ്, ദെൻ നമ്പർ, ക്വാളിഫിക്കേഷൻ, പവർ, ഡ്യൂട്ടീസ്, കമ്മീഷൻ ഓഫ് ഡയറക്ടേഴ്സ് ഓർമ്മിക്കുക. Provision regarding meeting, contract with vendors, borrowing powers, accounts and audit, rate of interest, then rules for preparation and maintenance of accounts. അടുത്തത് prospectus ആണ്. prospectusൽ particulars of issue shares ഉണ്ടാവും, amount of minimum subscription, amount payable on application, allotment, call, particulars of issue of debentures, brokerage, commission, പിന്നെ particulars of contract with vendors അതിൻ്റെ mode of payment ഉൾപ്പെടെ purchase consideration അടക്കം, directors interest, the estimated amount of preliminary expense, promoters remuneration. ഇത്രയും കാര്യങ്ങൾ സ്റ്റേറ്റ്മെന്റ് പ്രോസ്പെക്ടസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ലിയോ പ്രോസ്പെക്ടസിലും ഉണ്ടാവും. നമ്മൾ ആദ്യം പറഞ്ഞത് ഡ്യൂട്ടീസ്, സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ് ആണ്. സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ് ടു മേക്ക് എൻക്വയറീസ്, duty to report accounts audited by him, duty according to direction of the central government, duty to report for prospectus, duty to certify declaration of solvency, duty to assist inspectors, duty to assist public prosecutor, duties arising out of common law, duties arising out of professional etiquette, duties imposed by legal or court decisions. Then ഡ്യൂട്ടീസ് അറൈസിങ് ഔട്ട് ഓഫ് കോമൺ ലോ എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞു. ഡ്യൂട്ടീസ് അറൈസിങ് ഔട്ട് ഓഫ് പ്രൊഫഷണൽ എറ്റിക്വറ്റ് ഏതൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡ്യൂട്ടീസ് ഇമ്പോസ്ഡ് ബൈ ലീഗൽ അല്ലെങ്കിൽ കോർട്ട് ഡിസിഷൻസ്, ഡ്യൂട്ടീസ് ഇൻ കണക്ഷൻ വിത്ത് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, പ്രോസ്പെക്ടസ്. ഷെയർ ക്യാപിറ്റൽ, ഷെയർ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഒരു മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ്റേത് കാര്യങ്ങൾ പറഞ്ഞു, എന്തൊക്കെയാണ് ഒബ്ജക്ട്സ്. ദെൻ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഒബ്ജക്ട്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. പ്രോസ്പെക്ടസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ലീ ഓഫ് പ്രോസ്പെക്ടസ് ഇതിൻ്റെ ഒബ്ജക്റ്റ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. അതുമായിട്ട് ബന്ധപ്പെട്ട ഡ്യൂട്ടീസ് എന്തൊക്കെ. അത് ഒരു കാര്യം കൂടി അവിടെ പറയാൻ സൂചിപ്പിക്കാറുണ്ട്. ഇൻ ദ കേസ് ഓഫ് സബ്സിക്വന്റ് ഓഡിറ്റ് ഇറ്റ് ഈസ് നോട്ട് നെസസറി ടു വെരിഫൈ പ്രോസ്പെക്ടസ് വെരിഫൈ ചെയ്യേണ്ട ആവശ്യം സബ്സിക്വന്റ് ഓഡിറ്റ് ആണെങ്കിൽ ആവശ്യമില്ല എന്നുള്ളതാണ്. തന്നെ ഇത്രയും കാര്യങ്ങളാണ്. particulars issue of shares, amount of minimum subscription, amount payable on application, allotment, calls, issue of debenture, brokerage and commission, contract with vendors and mode of payment, purchase consideration, directors interest in those contract, estimated amount of preliminary expense, promoters remuneration. ഇത്രയും കാര്യങ്ങളാണ് പ്രോസ്പെക്ടസുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്.